WWE റോ എപ്പിസോഡ് ഇന്ന് MSGയിലാണ് നടന്നത്. അപ്പോൾ ഈ ഒരു റോ എപ്പിസോഡിനെ പറ്റി നോക്കുമ്പോൾ അടിപൊളി റോ എപ്പിസോഡായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് സെത്ത് റോളൻസ് CM പങ്ക് ഇവരുടെ സ്റ്റീൽ കേജ് മാച്ച്, ആ മാച്ചിനെ പറ്റി പറയാൻ വാക്കുകളില്ല. അവസാനം റോമൻ റെയിൻസ് എല്ലാം റിട്ടേൺ ചെയ്ത് റോ എപ്പിസോഡ് വേറെ ലെവലായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം ക്ലൈമാക്സ് ഫയറായ ഒരു റോ എപ്പിസോഡ് ഇപ്പോഴാണ് കാണുന്നത്. അതുപോലെയാണ് ഇന്നത്തെ റോ എപ്പിസോഡ് മൊത്തം പോയിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത മാച്ചും ഒരു രക്ഷയില്ലാത്ത റിട്ടേണും. ഇന്ന് റോ എപ്പിസോഡ് 6:30 ലൈവ് കാണാൻ വേണ്ടി എഴുന്നേറ്റ് എൻ്റെ പോലെ പണി കിട്ടിയ പലരുമായിരിക്കും നിങ്ങളും. അപ്പോൾ അത് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. അതായത് 6:30 റോ കാണാൻ വന്ന നമ്മൾക്ക്, അതായത് 6:30 റോ കാണാൻ നോക്കിയപ്പോൾ 1 മണിക്കൂർ മുൻപ്, അതായത് 5:30 റോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, എല്ലാ വർഷവും ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അതായത് വർഷം അവസാനിക്കാറാവുന്ന സമയത്തും സ്റ്റാർട്ടിങ്ങിലും 6:30 എന്നുള്ളത് മാറി 5:30 മാറും. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയാറുണ്ട്. എന്നാൽ സോണി സ്പോർട്സ് ഡീലെല്ലാം അവസാനിച്ചതുകൊണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് സമയം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ഇന്നലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് TV-യിൽ ചെക്ക് ചെയ്തപ്പോൾ 6:30 തന്നെയാണ് റോയുടെ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റോ ആയിരുന്നില്ല, മറ്റെന്തോ സ്പോർട്സ് പ്രോഗ്രാമാണ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മുതൽ റോ സ്മാക്ക് ഡൗൺ 5:30 ലൈവായി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡ് വളരെയധികം സമയം വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതായത് ബെൽജിയമിലാണ് നടക്കുന്നത്. മിക്കതും 12:30 റോ ടെലികാസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് പറയാം, അല്ലെങ്കിൽ പോസ്റ്റ് എല്ലാം ഇടാം. കാരണം നെറ്റ്ഫ്ലിക്സ് എപ്പോഴും ലൈവ് ഷോയെ ടെലികാസ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റെക്കോർഡ് ചെയ്ത ഷോ അവർ ടെലികാസ്റ്റ് ചെയ്യില്ല. പിന്നെ റോ എപ്പിസോഡിൻ്റെ കാണാൻ പറ്റാത്ത 1 മണിക്കൂർ ഞാൻ വെബ്സൈറ്റിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജെയൂസോ വേഴ്സസ് ഗ്രേസൺ വാലർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ജെയൂസോ സൂപ്പർ കിക്ക് എല്ലാം ചെയ്ത് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് ഗ്രേസൺ വാലറിന് ഒരു സ്പിയർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ജെയൂസോയാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ജെയൂസോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഗ്രേസൺ വാലറിൻ്റെ ടാഗ് ടീം പാർട്ട്ണറായ ആസ്റ്റിൻ തിയറി വന്ന് ജെയൂസോനെ അറ്റാക്ക് ചെയ്തു. ശേഷം ജെയൂസോ ഇവരെ 2 പേരെയും തിരികെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആസ്റ്റിൻ തിയറിക്ക് ഒരു സ്പിയറും കൊടുത്തു. പിന്നീട് ഉസോസ് ഫ്ലാഷ് ചെയ്ത സമയത്ത് ഗന്ധർ വന്നുകൊണ്ട് ജെയൂസോനെ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത് ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തു. പിന്നീട് AJ സ്റ്റൈൽസ് ലോഗൻ പോൾ ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഫസ്റ്റ് ലോഗൻ പോൾ ആണ് വന്നതിന് ശേഷം ലോഗൻ പോൾ ജോൺ സീനയെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതായത് ജോൺ സീന റോക്കിന്റെ കൂടെ പോയ കാര്യത്തെ പറ്റിയെല്ലാം. അതുപോലെ റോക്കിനോട് പറയുന്നത് ലോഗൻ പോളിന്റെ ആത്മാവും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്, എന്നെയും വേണമെങ്കിൽ സ്വീകരിക്കാം, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. അതായത് റോക്കിന്റെ കൂടെ ലോഗൻ പോളും ചേരാം എന്ന ലെവലിലൊക്കെ. മെയിനായിട്ടും ഈ സെഗ്മെന്റിൽ ഉദ്ദേശിച്ചത് ലോഗൻ പോളിനെ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഫ്ലഗ് കാർഡെല്ലാം പിടിച്ചിരിക്കുന്ന ആളെ എതിർക്കുന്നത് പോലെയും, അതുപോലെ തന്നെ അവരുടെ അവിടെയുള്ള ഒരു കോമഡി ആക്ടറുടെ അടുത്ത് പോയിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ലോഗൻ പോൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് ആൻഡ്രൂ ഷൂട്ട്സ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അതായത് നീ ഇവിടെ എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സെത്ത് CM പങ്കുമായിട്ടുള്ള സ്റ്റീൽ കേജ് മാച്ച് കാണാനാണെന്നും അതുപോലെ പല കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം AJ സ്റ്റൈൽസിനെ കാണാനും കൂടിയാണ് താൻ ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു കോമഡി ആക്ടറെ ലോഗൻ പോൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിങ്ങിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് AJ സ്റ്റൈൽസ് അവിടെ വന്ന് ലോഗൻ പോളിനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു ആക്ടറെ സേവ് ചെയ്തുകൊണ്ട് ലോഗൻ പോളിന് ഒരു ഫെനാമിനൽ ഫോറം കൊടുത്തുകൊണ്ട് ഇവരുടെ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് റെസൽമേനിയ സ്റ്റോറി ലൈൻ. പിന്നീട് ലോഗൻ പോൾ അവിടെ നിന്നും എസ്കേപ്പായി പോയി ഈ ഒരു സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു. ശേഷം AJ സ്റ്റൈൽസും ആ ഒരു കോമഡി ആക്ടറും സെലിബ്രേറ്റ് ചെയ്ത് നിന്നു. അതിനുശേഷം റെയ് മിസ്റ്റീരിയോ ഡ്രാഗൺ ലീ വേഴ്സസ് ന്യൂ ഡേ ടീമിന് ഒരു ടാഗ് ടീം മാച്ച് നടന്നു. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. 2 ടീമിൻ്റെയും പെർഫോമൻസ് വളരെയധികം നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ച് റിപ്പീറ്റ് വരുന്ന സമയത്ത് തീർച്ചയായും കണ്ടു നോക്കുക. അപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയ് മിസ്റ്റീരിയോ ടീമെല്ലാം വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് റിങ്ങിന് പുറത്ത് വെച്ചുകൊണ്ട് ഒരു മിസ്റ്ററി ആയിട്ടുള്ള റെസ്ലർ മാസ്ക് എല്ലാം ധരിച്ചു വന്ന് ഡ്രാഗൺ ലീനെ അറ്റാക്ക് ചെയ്തു. അതിനുശേഷം റെയ് മിസ്റ്റീരിയോനെയും അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു മാച്ച് സാധാരണ ടാഗ് ടീം മാച്ച് അല്ലാത്തതുകൊണ്ട് തന്നെ മാച്ചൊന്നും സ്റ്റോപ്പ് ചെയ്തില്ല. പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ച് ന്യൂ ഡേ ടീം റെയ് മിസ്റ്റീരിയോയ്ക്ക് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ന്യൂ ഡേ ടീമാണ് വിൻ ചെയ്തത്. അപ്പോൾ മാസ്ക് ധരിച്ചു വന്ന ആളെ സെക്യൂരിറ്റീസ് എല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി. അത് മറ്റാരും ആയിരുന്നില്ല, ചാറ്റ് കേബിൾ ആയിരുന്നു. അതിനുശേഷം ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവർ ജോൺ സീനയെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അതായത് കാർലിറ്റോ പറയുന്നത് ജോൺ സീന എപ്പോഴും എൻ്റെ പോലെ നല്ല മനുഷ്യനായിട്ട് ഇരിക്കുമെന്നാണ് താൻ വിചാരിച്ചത് എന്നും, എന്നാൽ സീന വില്ലനായി മാറിയ കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റെക്കലിന് ബെയ്ലിയുടെ കൂടെ മാച്ച് ഉള്ളതും ആ മാച്ചിൽ റെക്കലി വിൻ ചെയ്ത് IC ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പോകണമെന്നും നെക്സ്റ്റ് വീക്ക്
ഫിൻ ബലറിനും IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കറിനും മാച്ച് വയ്ക്കാമെന്നൊക്കെ ഡൊമിനിക് മിസ്റ്റീരിയോ പറയുന്നുണ്ട്. പിന്നീട് ഫിൻ ബലർ ഡൊമിനിക്കിനോട് താങ്ക്സ് എല്ലാം പറഞ്ഞുകൊണ്ട് ഈ മാച്ച് ഒഫീഷ്യലാക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഈ മാച്ച് ഒഫീഷ്യലായിട്ടുമുണ്ട് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോട് ലിവ് മോർഗൻ ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ചാമ്പ്യൻഷിപ്പ് മാച്ചിലേക്കൊന്നും പോകാത്തത് എന്ന്. അപ്പോൾ ഡോം പറയുന്നത്, എനിക്ക് ഫിൻ ബാലറിന് വിശ്വാസമാണ് എന്ന്. നെക്സ്റ്റ് വീക്ക് കാല് വരുമോ എന്ന് കണ്ടറിയാം. അതിനുശേഷം WWE ചാമ്പ്യൻ കോഡി റോഡ്സിന്റെ സെഗ്മെന്റ്. അപ്പോൾ കോഡി റോഡ്സ് വന്നതിന് ശേഷം ഇന്ന് റോ നടക്കുന്ന മെഡിസൺ സ്ക്വയർ ഗാർഡിനെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അതുപോലെ സീനയെ പറ്റിയും പറയുന്നുണ്ട്. അതായത് ഇന്ന് ഇവിടെ സീന വന്നിട്ടില്ല എന്നും, എന്നാൽ ജോൺ സീന ഫസ്റ്റ് US ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് ഇവിടെയാണെന്നും റോയൽ റംബോ വിൻ ചെയ്തത് ഇവിടെയാണെന്നും, പക്ഷെ ജോൺ സീനയ്ക്ക് ഇങ്ങോട്ട് വരാനുള്ള ധൈര്യമില്ല എന്നൊക്കെയാണ് കോഡി പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് ജോൺ സീനയ്ക്ക് തൻ്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കാനുള്ള എല്ലാ അർഹതയും ഉണ്ട്. അതായത് സീന ഒരു പാർട്ട് ടൈം റെസ്ലർ ആണെങ്കിൽ പോലും ചില ഫുൾ ടൈം റെസ്ലറേക്കാൾ എന്തുകൊണ്ട് മികച്ചതാണ് സീന എന്ന ലെവലിലൊക്കെ കോഡി പറയുന്നുണ്ട്. പിന്നീട് കോഡി പറയുന്നുണ്ട്, ജോൺ സീന ഇപ്പൊ ട്വിറ്ററിൽ പോസ്റ്റ് എല്ലാം ഇട്ട് നടക്കാണ്. അതായത് ജോൺ സീന ഇങ്ങനെ ചെയ്തത് എല്ലാം ബെസ്റ്റ് ഫോർ ബിസിനസ്സിന് വേണ്ടിയാണ് എന്നൊക്കെ. പക്ഷെ ബിസിനസ് ചേഞ്ച് ആയിട്ട് സീന ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ജോൺ സീനയ്ക്ക് വേണ്ടത് 17 ടൈം ചാമ്പ്യൻഷിപ്പാണ്. പക്ഷെ ഈ വരുന്ന റെസൽമേനിയയിൽ താൻ ജോൺ സീനയെ തോൽപ്പിച്ചുകൊണ്ട് തൻ്റെ ചാമ്പ്യൻഷിപ്പുമായി മുന്നോട്ട് പോകും എന്നാണ് കോഡി പറഞ്ഞത്. അതായത് ഞാൻ എൻ്റെ സ്വന്തം ഹീറോയെ തോൽപ്പിച്ചുകൊണ്ട് താൻ മുന്നോട്ട് പോകും എന്ന്. പിന്നെ അവസാനമായി പറഞ്ഞത്, നിലവിലെ സാഹചര്യത്തിൽ ജോൺ സീനയല്ല, ഞാനാണ് ക്യാപ്റ്റൻ എന്ന ടൈപ്പിലാണ്. അതായത് സീനയല്ല, കോഡി റോഡ്സ് ആണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ എന്ന ടൈപ്പിൽ. അതോടുകൂടി ഈ സെഗ്മെന്റും അവസാനിപ്പിച്ചു. പിന്നെ ഈ സെഗ്മെന്റിൽ നെക്സ്റ്റ് വീക്ക് ഇവർക്ക് നടക്കുന്ന സെഗ്മെന്റിനെ പറ്റിയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് ഇവർക്ക് ഫേസ് ടു ഫേസ് സെഗ്മെന്റ് നടക്കുന്നുണ്ട്. പിന്നീട് ടാഗ് ടീം ചാമ്പ്യൻ റക്കൽ റോഡ്രിഗസ് വേഴ്സസ് ബെയ്ലി ഇവർക്ക് തമ്മിലുള്ള മാച്ച്. അതായത് ഈ മാച്ച് വിൻ ചെയ്യുന്നവർക്ക് IC ചാമ്പ്യനായ ലൈറ വാൽക്കീരിയയുടെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടും. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് എപ്പോഴും സംഭവിക്കുന്ന ആ ഒരു കാര്യം സംഭവിച്ചു. അതായത് ബെയ്ലി മാച്ച് ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ റഫറിയുടെ ശ്രദ്ധ തെറ്റിക്കുന്നതായിട്ടും അതേസമയം ലിവ് മോർഗൻ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചീറ്റ് ചെയ്തുകൊണ്ട് അവസാനം ബെയ്ലിക്ക് റക്കൽ ഫിനിഷർ എല്ലാം കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ റക്കൽ റോഡ്രിഗസ് ആണ് വിൻ ചെയ്ത് IC ചാമ്പ്യൻഷിപ്പ് മാച്ചിലേക്ക് ആഡ് ആയത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ആങ്കർ ചാറ്റ് കേബിളിനോട് ചോദിക്കുന്നത് LW ടീമിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയാണ്. അതായത് മാസ്ക് എല്ലാം ധരിച്ചു വന്ന്. അപ്പോൾ ചാറ്റ് കേബിൾ പറയുന്നുണ്ട്, ഞാനല്ല അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ. എന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് വാദിക്കുന്നതായിട്ടും അതേസമയം സെക്യൂരിറ്റി ടീം അത്തരത്തിൽ മാസ്ക് വെച്ച ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ആങ്കർ മൊത്തം ആശയക്കുഴപ്പത്തിലാകുന്നതായിട്ടും. അതിനുശേഷം ന്യൂ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗന്റെ ഒരു ചെറിയ ഇന്റർവ്യൂ പോലെ കാണിച്ചു. അതായത് മൈക്കിൾ കോളുമായിട്ട് റിംഗിൽ സംസാരിക്കുന്നതായിട്ടും MSG ഫാൻസുമായി സംസാരിച്ച് പറയുന്നത്, ഇവിടെ ഒരു ചാമ്പ്യൻഷിപ്പുമായി വരിക എന്നുള്ളത് തൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. അതുപോലെ റെസൽമേനിയയിലേക്ക് പോകുന്ന കാര്യത്തെ പറ്റിയും. പിന്നീട് ബിയാങ്ക ബെല്ലർ അവിടെ ഒന്നുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള റെസൽമേനിയ മാച്ചിന്റെ പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലെല്ലാം സ്റ്റോറി പോയി. അപ്പോൾ ബിയാങ്ക ബെല്ലറും ഇയോ സ്കൈനെ അഭിനന്ദിക്കുന്നുണ്ട് ചാമ്പ്യൻഷിപ്പ് എല്ലാം വിൻ ചെയ്തതിൽ റിയ റിപ്ലിയെ തോൽപ്പിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ അവസാനം റിയ റിപ്ലി അവിടെ വന്നുകൊണ്ട് ബിയാങ്ക ബെല്ലറുമായിട്ട് പ്രശ്നമുണ്ടാക്കും. അതായത് ബിയാങ്ക ബെല്ലർ വന്നതുകൊണ്ടൊക്കെയാണ് താൻ ഇയോ സ്കൈയുടെ കൂടെ തോറ്റിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലൊക്കെ. അപ്പോൾ ബിയാങ്ക ബെല്ലർ പറയുന്നുണ്ട്, നിനക്ക് ഇയോ സ്കൈനെ തോൽപ്പിക്കാൻ പറ്റാത്തതിൽ എൻ്റെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നിനക്ക് വട്ടായി നടന്നിട്ട് കാര്യമില്ല, നീ തോറ്റത് എന്തായാലും തോറ്റു ഈ ഒരു ടൈപ്പിലൊക്കെ. അപ്പോൾ ഇവരിങ്ങനെ തർക്കിക്കുന്ന സമയത്ത് ഇയോ സ്കൈ ഇടപെടാൻ നോക്കുമ്പോൾ രണ്ടുപേരും ഇയോ സ്കൈനെ തള്ളി മാറ്റുന്നുണ്ട്. ദേഷ്യം വന്ന ഇയോ സ്കൈ രണ്ടുപേരുടെയും മുഖത്തടിച്ചുകൊണ്ട് മാസായിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലായി ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന്. എന്തായാലും ഈ സെഗ്മെന്റ് നന്നായിട്ടാണ് തോന്നിയത്. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് സെത്ത് റോളൻസ് CM പങ്ക് ഇവർക്ക് തമ്മിലുള്ള സെക്കൻഡ് മാച്ച്, അതും സ്റ്റീൽ കേജ് മാച്ചായിട്ടാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ പറയാൻ വാക്കുകളില്ല. അതുപോലെയുള്ള അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. രണ്ടുപേരും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. മാച്ചിന്റെ പകുതിക്ക് വെച്ച് CM പങ്ക് സെത്ത് റോളൻസിന് ഗോഡ് ടു സ്ലീപ്പ് കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ സെക്കൻഡ് ഗോഡ് ടു സ്ലീപ്പും കൊടുത്ത് സെത്തിനെ പിൻ ചെയ്തു. എങ്കിലും സെത്ത് അത് കിക്ക് ഔട്ട് ചെയ്തു.
അതുപോലെ ഇവർ കേജിന്റെ മുകളിൽ പോയി ഫൈറ്റ് ചെയ്തതും അവിടെ നിന്നും എടുത്തടിച്ചതെല്ലാം വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നീട് മാച്ച് ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി മുന്നോട്ട് പോകുന്ന സമയത്ത് CM പങ്ക് മൂന്നാമതും ഒരു ഗോ ടു സ്ലീപ്പ് കൊടുത്തുകൊണ്ട് ഇതിലും സെത്ത് അതും കിക്ക് ഔട്ട് ചെയ്തു. അതുപോലെ സെത്ത് കൗൾ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് CM പങ്ക് കിക്ക് ഔട്ട് ചെയ്തു. പിന്നീട് ഈ മാച്ച് ഇങ്ങനെ പോയി അവസാനം സെത്ത് റോളൻസിനെ തന്നെ CM പങ്ക് കൗൾ സ്റ്റാമ്പ് ചെയ്തു. അപ്പോഴും സെത്ത് റോളൻസ് അത് കിക്ക് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ CM പങ്കിന് സെത്ത് റോളൻസ് CM പങ്കിന്റെ ഫിനിഷറായ ഗോ ടു സ്ലീപ്പും അതുപോലെ തന്നെ കൗൾ സ്റ്റാമ്പും കൊടുത്തു. പക്ഷെ അവിടെ മാച്ച് അവസാനിക്കും എന്ന് വിചാരിച്ച അവിടെയും CM പങ്ക് കിക്ക് ഔട്ട് ചെയ്ത് മാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി കൊണ്ടുപോയി. അവസാനം ദേഷ്യം വന്ന സെത്ത് റോളൻസ് റോപ്പിന് മുകളിൽ കയറിക്കൊണ്ട് ഒരു സൂപ്പർ കൗൾ സ്റ്റാമ്പ് CM പങ്കിന് കൊടുക്കുന്നതായിട്ടും എന്നിട്ട് കേജ് വഴി എസ്കേപ്പ് ആകാൻ നോക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. സെറ്റ് എസ്കേപ്പ് ആകും എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സമയത്ത് ഫാൻസ് ഭയങ്കരമായി ബഹളം വെച്ച് അപ്പൊ നമുക്ക് മനസ്സിലായി ട്രൈബൽ ചീഫ് അവിടെ വന്നിട്ടുണ്ട് എന്ന്. അടുത്ത സെക്കൻഡിൽ തന്നെ റോമൻ റൈൻസ് സെത്ത് റോളൻസിന്റെ കഴുത്ത് പിടിച്ച് റിങ്ങിന് പുറത്തേക്ക് റോമൻ സെത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് ബാക്ക് ഫയർ ആയി. അതായത് സെത്ത് ആ മാച്ചിൽ വിൻ ചെയ്തു. പിന്നീട് സെത്ത് വിൻ ചെയ്തതിന് ശേഷം റോമൻ സെത്ത് റോളൻസിനെ സ്പിയർ എല്ലാം ചെയ്തു. പിന്നെ ബാരിക്കേഡിന്റെ അവിടേക്കെല്ലാം വലിച്ചെറിഞ്ഞ് അറ്റാക്ക് ചെയ്തു. എന്നിട്ടും ദേഷ്യം തീരാത്ത റോമൻ റൈൻസ് സെത്ത് റോളൻസ് റോയൽ റംബിൾ ചെയ്തതിന് പ്രതികാരം തീർത്തു. അതായത് സെത്തിന്റെ കൗൾ സ്റ്റാമ്പ് ഫിനിഷർ യൂസ് ചെയ്ത് സെത്തിനെ റിങ്ങിന് പുറത്ത് വെച്ച് അറ്റാക്ക് ചെയ്തു. ശേഷം സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിൽ വെച്ച് കൗൾ സ്റ്റാമ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ സെക്യൂരിറ്റി ടീം എല്ലാം വന്ന് തടഞ്ഞു. അങ്ങനെ ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ CM പങ്കായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും എന്ന് നോക്കിയിരുന്നപ്പോൾ നമ്മുടെ പോൾ ഹേമൻ പോയിട്ട് CM പങ്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട റോമൻ റൈൻസിന് ഭയങ്കരമായി ദേഷ്യം വന്നു. കേജിന്റെ ഉള്ളിൽ കയറിക്കൊണ്ട് CM പങ്കിനെ കേജിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് ശേഷം ഒരു സ്പിയർ കൊടുത്ത് ഇവരുടെ റെസൽമേനിയ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. റോമൻ റൈൻസിന്റെ റിട്ടേണും ഇവന്മാരുടെ മാച്ചും എല്ലാം വേറെ ലെവലായിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ റോ എപ്പിസോഡ് ഇന്ന് നമ്മളെല്ലാം കണ്ടത് ഈ ഒരു മാച്ച് ഈ ഒരു സെഗ്മെന്റിന് വേണ്ടിയാണ്. അത് നമ്മളെ വളരെയധികം തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് റോമൻ വന്നതിന്റെ പവറും കാണിക്കുക ലൈക്കിൽ. കാരണം ലൈക്കാണ് എനിക്ക് പ്രധാനം. അപ്പോൾ റോമൻ സെത്ത് CM പങ്ക് ഫാൻസ് എല്ലാം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്നത്തെ റോ എപ്പിസോഡ് മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.